കാപ്പ ചുമത്തി മറ്റ് ജില്ലകളിൽ നിന്ന് നാടുകടത്തുന്ന കുറ്റവാളികളൊക്കെ കൂട്ടമായിട്ട് കൊച്ചിയിലേക്ക് വരുന്നതിൻ്റെ വാർത്തയാണ്. ഒരാഴ്ചക്കിടെ മാത്രം പിടിയിലായത് 4 കാപ്പ കേസ് പ്രതികളാണ്. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് കാപ്പ കേസ് പ്രതികളുടെ പുരാണം പറയുന്നു. ഗുഡ് മോർണിംഗ് ശ്യാംകുമാർ, പറയൂ. ഗുഡ് മോർണിംഗ്. കൊച്ചിയിലേക്ക് ഈ മറ്റ് ജില്ലകളിൽ നിന്നുള്ള കുറ്റവാളികൾ കൂട്ടത്തോടെ എത്തുന്നു. അത് നമ്മുടെ സിറ്റി പോലീസിന് വലിയ തലവേദന ഉണ്ടാക്കുന്നു, നാട്ടുകാർക്കും വലിയ പേടിയുണ്ടാക്കുന്നു. അതിന്റെ കണക്കുകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ആഴ്ച വൈറ്റിലയിൽ ബൈക്കിലെത്തി മാല മോഷ്ടിച്ചുകൊണ്ടുപോയ കേസ്, തൊട്ടടുത്ത ദിവസം പാലാരിവട്ടത്ത് മോഷണ കേസിൽ പിടികൂടിയ കേസ്, അതിനു മുൻപ് പള്ളുരുത്തിയിൽ തട്ടുകട കത്തിച്ച കേസ്, അങ്ങനെ ഈ കേസുകളിലൊക്കെ പിടിയിലാകുന്നത് കാപ്പ കേസിൽ മറ്റ് ജില്ലകളിൽ നിന്ന് നാടുകടത്തപ്പെട്ടവരാണ്. കൊച്ചിയിൽ ഇത്തരം കേസുകളിൽ പെടുന്നവരെ മാൻ ടു മാൻ മാർക്കിംഗ് നടത്തി സിറ്റി പോലീസ് അവർ ഓരോ ചലനവും എല്ലാ ദിവസവും നിരീക്ഷിക്കുന്ന സംവിധാനം, വളരെ മാതൃകാപരമായ സംവിധാനം സിറ്റിയിൽ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ മറ്റ് ജില്ലകളിൽ നിന്ന് നാടുകടത്തപ്പെടുന്ന കുറ്റവാളികൾ എവിടെയാണെന്ന് അവരുടെ ജില്ലയിലെ പോലീസിന് അറിയില്ല. അവരിവിടെ വന്ന് മോഷണവും മറ്റ് സാമൂഹ്യ വിരുദ്ധ പരിപാടികളും ഒക്കെ ചെയ്ത് കൊച്ചിയിൽ എത്തുന്നവരുടെ സമാധാനം കെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ പോലീസിന്, കൊച്ചിയിലുള്ള പോലീസിന് അവരെ തിരിച്ചറിയാനും സാധിക്കുന്നില്ല. അത് മറ്റ് പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് അറിയിപ്പ് കിട്ടിയാൽ മാത്രമാണ് സാധിക്കുക. അത്തരത്തിൽ കൊച്ചിയിലേക്ക് മറ്റ് ജില്ലകളിൽ നിന്ന് നാടുകടത്തുന്ന കാപ്പ കേസ് പ്രതികൾ ഒരു അഭയകേന്ദ്രം പോലെ എത്തുകയും ഇവിടെ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണ്. മറ്റ് ജില്ലകളിൽ നിന്നുള്ള പോലീസുകാർ കൂടുതൽ ഇവരെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് കൊച്ചി സിറ്റി പോലീസ് അഭ്യർത്ഥിക്കുന്നത്. പക്ഷേ അത്തരം കുറ്റവാളികളുടെ ഒരു അഭയകേന്ദ്രമായി കൊച്ചി സിറ്റി മാറുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു വസ്തുത കൂടിയാണ്. ഓക്കെ, താങ്ക് യു ശ്യാംകുമാർ. എന്നാലും കാപ്പ കേസ് പ്രതികളെല്ലാം കൂട്ടമായിട്ട് കൊച്ചിയിലേക്ക് വരുന്നത് കൊച്ചിക്കാരുടെ സമാധാനം പോക്കുമോ ഉള്ളതാണ് എന്റെ സംശയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.